ഹായ് സുഹൃത്തുക്കളെ, AR ഓട്ടോമൊബൈൽസിൽ നിന്നും സിയാദാണ്. ഇന്ന് രാവിലെ എൻ്റെ ഫോണിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത് രാവിലെ ഏകദേശം ഒരു 6 മണിയായപ്പോൾ ഫോൺ ചെയ്യുകയുണ്ടായി. മറ്റൊന്നുമല്ല, അവൻ വളരെ സങ്കടത്തോടു കൂടിയാണ് എന്നെ ഫോണിൽ വിളിച്ചത്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല, സ്റ്റേഷനിലായിരുന്നു, ഇന്ന് രാവിലെ 9 മണിക്ക് വീണ്ടും പോകണം, അവൻ്റെ 2 മെക്കാനിക്കുകളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഈ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലം മുതലേ എന്നോട് വർക്ക്ഷോപ്പിൽ ഒരുമിച്ച് 4 വീലർ മെക്കാനിക്കൽ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം അതിനുശേഷം എൻ്റെ വർക്ക്ഷോപ്പ് സംവിധാനമൊക്കെ കണ്ടതിന് ശേഷം 2 വീലർ രംഗത്തേക്ക് എത്തുകയും 2 സ്ഥാപനം തുടങ്ങുകയൊക്കെ ചെയ്ത് നാട്ടിലൊരു വഴക്കാളിയോ അല്ലെങ്കിൽ ഒരു പോലീസ് കേസോ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് പോലും വലിക്കുന്ന ആളല്ല. എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായി അറിയാവുന്ന നല്ല സൗഹൃദമുള്ളൊരു സുഹൃത്താണ്. അപ്പോൾ അവൻ്റെ 2 ഹിന്ദിക്കാരെ ഇന്നലെ റൂമിൽ കയറി പോലീസ് പിടിച്ചപ്പോൾ അവരുടെ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു. തുച്ഛമായ ക്വാണ്ടിറ്റി സാധനം ഉണ്ടായിരുന്നു. തുച്ഛമായെന്നും പറഞ്ഞ് നിസാരവൽക്കരിക്കുകയല്ല ഞാൻ പറഞ്ഞത്. അപ്പം അത്രയും സാധനം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവരെ പിടിച്ചിട്ടുണ്ട്. പോലീസ് അവരുടെ കാര്യങ്ങളൊക്കെ പരിശോധന നടത്തി വരുന്നു. ഇവർക്ക് കച്ചവടം ഉണ്ടെന്നൊക്കെ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ സുഹൃത്ത് അവൻ ആദ്യം തന്നെ അവൻ്റെ നിലപാടെടുത്തു. അവൻ അറിഞ്ഞിരുന്നില്ല ഈ 2 മെക്കാനിക്കിനല്ല, ഇനി അവൻ്റെ സ്റ്റാഫിനെ അവരെ ഒഴിവാക്കുകയാണ്, സ്ഥാപനം പൂട്ടിയാലും കുഴപ്പമില്ല, ഇനി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വളരെ വിഷമത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞ എൻ്റെ കാര്യമൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, പിന്നെ നീ റൂമിലൊക്കെ ഇടയ്ക്ക് പോകുന്ന ചെക്ക് ചെയ്യണമായിരുന്നു, അതിന് നിനക്ക് കഴിഞ്ഞില്ല, അതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവൻ വല്ലാത്തൊരു വിഷമത്തിലാണ്. അപ്പോൾ എനിക്കും ഏകദേശം ഒരു 10-12 സ്റ്റാഫോളം മെക്കാനിക്ക് ഹിന്ദിക്കാരുണ്ട്. എൻ്റെ സ്റ്റാഫിൽ എന്നോട് വളരെ അടുത്ത് നിൽക്കുന്നവരൊക്കെ ഉള്ളത് കൊണ്ടും എനിക്ക് കുറച്ച് വ്യക്തമായി അറിയാവുന്നവരൊക്കെ ഉള്ളതുകൊണ്ടും വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ എന്തായാലും റൂമുകളിലെല്ലാം ഒന്ന് പരിശോധന നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഹോം മിനിസ്റ്റർ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഈ നാടിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇന്നലെ ഞാനൊരു സംഭവം കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി സത്യത്തിൽ. പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന പ്രവർത്തകർക്കും സങ്കടം തോന്നിക്കാണത്തില്ല. അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കും ഒരുപക്ഷെ തോന്നിക്കാണാം. അദ്ദേഹത്തിന്റെ ഷർട്ട് കീറിയിട്ടും ആ ഷർട്ട് ഇട്ടുകൊണ്ട് അദ്ദേഹം ഇന്നലെ AP ഉസ്താദിനെയും അതുപോലെ ജിഫ്രി തങ്ങളെയൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അതിൽ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. ആ ഫോട്ടോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് അവസ്ഥ. അദ്ദേഹം അതെല്ലാം മറന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് അതിനൊന്നും സമയമില്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം തൂഫാനാണ്. ഇനി ഏതൊക്കെ നേതാക്കന്മാർ എന്തെല്ലാം സംവിധാനങ്ങൾ കൊണ്ടുവന്നാലും കേരളത്തിലെ മാതാപിതാക്കളും കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും രമേശ് ചെന്നിത്തലയെ സെല്യൂട്ട് ചെയ്തിരിക്കുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അംഗീകരിച്ചു കഴിഞ്ഞു. ഇതിന് പകരം വെക്കാൻ മറ്റൊരു സംവിധാനമില്ല തൂഫാൻ. അതിൽ ഞാനും സന്തോഷവാനാണ്. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ നാട്ടിലെ MLA, ഞങ്ങളുടെ ഹോം മിനിസ്റ്റർ ഇതിന് മുൻകൈയെടുത്തതിൽ വളരെ സന്തോഷം. അങ്ങയുടെ എത്ര കാലം കഴിഞ്ഞാലും എത്ര തലമുറ കഴിഞ്ഞാലും RC നിങ്ങളെ ഈ നാട് മറക്കില്ല. അപ്പം ഈ തൂഫാനോടൊപ്പം ഞങ്ങളും പങ്കുചേരുകയാണ്. എല്ലാവിധ സപ്പോർട്ടുകളും മുന്നോട്ട് പോകട്ടെ. നമ്മുടെ നാട്ടിൽ ഒരു തരി മയക്കുമരുന്നിന്റെ ഉപയോഗം പോലും ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാ മലയാളികളും പ്രത്യേകിച്ച് സ്റ്റാഫിനെ വെച്ചിരിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ റൂമുകളിലും പ്രത്യേകിച്ച് നിങ്ങളുടെ സ്റ്റാഫിന്റെ നീക്കങ്ങളും ഒക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിരപരാധികളായ നിങ്ങളും ക്രൂശിക്കപ്പെടാം. സമൂഹത്തിൽ ഒരുപാട് മോശം വേടുകളൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.